അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കാനുള്ള പദ്ധതി ആദ്യം. അപ്പോൾ ഗൈസ് നമ്മൾ സവോള വഴറ്റിയുണ്ട്, അതിലെടുക്കാൻ പോവുകയാണ്. സവോള 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 വഴറ്റിയെടുക്കാനുള്ള പരിപാടിയാണ്. സവോള 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 ചിക്കൻ ബിരിയാണിക്കുള്ള തയ്യാറെടുപ്പാണ് ഗൈസ്. ചിക്കൻ ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കശുവണ്ടി വഴറ്റിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മുന്തിരിയിട്ട് വഴറ്റി എടുക്കാനുള്ള പദ്ധതി. ഇത് ഗൈസ് നമ്മളതിലുള്ള ചിക്കനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പദ്ധതി. ഗൈസ് നമ്മൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കൻ തൽക്കാലം കോരിയെടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ സവോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സവോളയുടെ പരിപാടിയിലാണ്. ആവശ്യത്തിന് ഇങ്ങനെ ഇടുന്നുണ്ട്, കണക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് തോന്നുന്ന അത്ര ഇടുക, അതാണ് നമ്മളെ കണക്ക്. ഓക്കെ. അപ്പോൾ ഗൈസ് സവോള അങ്ങനെ വഴറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ തക്കാളി ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. അതാ തക്കാളി നമ്മളത് കൂട്ടും. തക്കാളി ഇട്ടു. ഓക്കെ, തക്കാളിയുടെ പരിപാടിയിലാണ്. അപ്പോൾ ഗൈസ് നമ്മൾ മസാലപ്പൊടികൾ ഇട്ടുകൊണ്ട് തുടങ്ങണം. ഇച്ചിരി മുളക് പൊടി ഇട്ട് 2 സ്പൂണ്. ഇനി അടുത്തത് നമ്മൾ ചിക്കൻ മസാല ഇടുകയാണ്. ചിക്കൻ മസാല കുടഞ്ഞിടുന്നതുകൊണ്ട് എത്ര സ്പൂണാണെന്ന് അറിയില്ല. 2.25 സ്പൂണും പിന്നെ ഇച്ചിരി. ഇനി അടുത്ത് നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കാൻ പോവുകയാണ്. ഇച്ചിരി വേണം. മല്ലിപ്പൊടി നമ്മൾ ഇട്ടു. ഇനി നമ്മൾ എന്താ പറയുക, മഞ്ഞൾ ഇട്ടോ. അപ്പോൾ നമ്മൾ മസാലപ്പൊടികളുടെ ഇടൽ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ്. ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ. അപ്പോൾ ഗൈസ് നമ്മൾ വറുത്ത് വെച്ച പകുതി വേവിൽ വെച്ച ചിക്കൻ ഉണ്ട്, അത് തട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതും കൂടി ഇനി ഇതിൽ നമ്മൾ മിക്സ് ചെയ്യാനുള്ള പരിപാടി. ചിക്കൻ തട്ടിക്കഴിഞ്ഞു. ചിക്കൻ്റെ ക്ലാരിറ്റി, ക്വാണ്ടിറ്റി, കോൺഫിഗറേഷൻ. അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണി എടുക്കുന്ന ഇനി അതിലോട്ട് അരി ആഡ് ചെയ്യാൻ പോവാണ്. മൊത്തം ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ അരി ആഡ് ചെയ്യുന്നു. അരിയുടെ ആഡിങ് കഴിഞ്ഞിരിക്കുന്നു.
അങ്ങനെ ബിരിയാണി മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ബിരിയാണി ദമ്മിടാനുള്ള പരിപാടിയിലാട്ടോ. മസാല ഇട്ടു, ചോറ് ഇട്ട്, അപ്പോൾ ആരെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു. ബിരിയാണി കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തൽക്കാലമുള്ള കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ വഴറ്റി വെച്ച ഉള്ളി, കശുവണ്ടി, മുന്തിരി അതതിൻ്റെ മുകളിലിടുക. ഇനി കുറച്ച് സമയം ദമ്മാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി റെഡിയായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളെ ബിരിയാണി റെഡിയായി. ബിരിയാണിക്കുള്ള അച്ചാറ്, പപ്പടം, കുഞ്ഞൻ പപ്പടമാണ്. അപ്പോൾ എല്ലാം റെഡി. ഗൈസ് നമ്മളെ ബിരിയാണി ദമ്മ് പൊട്ടിച്ച്